Hi friends, welcome to my channel. ഗായ്സ്, ഇന്ന് നമുക്ക് പശുഫാം കാണാൻ പോയാലോ. ഇത് മരുഭൂമിയിലെ പശുഫാമാണ്, നമ്മുടെ നാട്ടിലല്ല. ഈ ഫാമിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. നല്ല പച്ചപ്പുള്ള വഴി, രണ്ട് സൈഡും മരങ്ങളും ഒക്കെയുള്ള വഴിയാണ്. ഇത് ഷെഡ്, പശുക്കളുടെ ഷെഡ്. ഞാൻ ഇവിടെ വരുന്നത് വരെ ഇങ്ങനെ ഒരു കാഴ്ച പ്രതീക്ഷിച്ചില്ല. ഒരു പക്ഷേ ഷെഡിൽ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് എ സിയിലായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. കാരണം മനുഷ്യന്മാർക്ക് വരെ എ സി റൂമിൽ ഇരിക്കാൻ പറ്റുള്ളൂ ഇവിടെ, അത്ര ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പോൾ എങ്ങനെ ഈ പശുക്കളെ ഇവിടെ വളർത്തും എന്നുള്ളതൊരു സംശയമായിരുന്നു എനിക്ക്. വന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇത് കറക്കുന്ന പശുക്കളെ, വലിയ പശുക്കളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ജേഴ്സി പശു പോലെയുള്ള നല്ല വലിയ പശുക്കളാണ്. ഇതെല്ലാം കറവയുള്ള പശുക്കളാണ്. ഇതുപോലെ ഒരുപാട് ഷെഡുകൾ ഇവിടെയുണ്ട്. ഷെഡ് പണിതിട്ട് അതിൻ്റെ നടുവിൽ കൂടി റോഡ്, രണ്ട് സൈഡും പശുക്കളെ കെട്ടിയിരിക്കുകയാണ്. ഈ രണ്ട് സൈഡിലും ഈ ഷെഡിൻ്റെ മോൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം വലിയ ഫാനുകളാണ്. ഈ കാണുന്നത് ഫാനാണ്, നിറയെ ഫാനാണ് രണ്ട് സൈഡിലും. ഇത് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഷെഡിൻ്റെ ഉള്ളിൽ ഇത്ര ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ ഷെഡിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കാരണം മരുഭൂമിയിൽ ഇങ്ങനെയൊരു ഷെഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പശു ഫാം നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിവിടെ വരുന്നവരെ എനിക്കിതിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഇത് കേട്ടപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്കത് വിശ്വാസമായത്. ഇതുപോലെയുള്ള ഷെഡുകൾ ഒരുപാടുണ്ട്. ഇത് കുറേ ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഇതുപോലെയുള്ള ഷെഡുകൾ ഒരുപാടുണ്ട്. എല്ലാ ഷെഡിലും പശുക്കളില്ല, ചില ഷെഡുകളൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ്. കറക്കുന്ന പശുക്കളെ ഒരു ഷെഡിലും കറവ് പറ്റിയ പശുക്കളെ വേറെ ഷെഡിലും മാറ്റിയാണ് ഇടുന്നത്. അതുപോലെ പശുക്കുട്ടികളെയും വേറെ മാറ്റിയാണ് ഇടുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സിമെൻ്റ് ഇട്ടതൊന്നും അല്ല. ഈ മൂത്രവും ചാണകവും മണ്ണും എല്ലാം കൂടി കുഴഞ്ഞിട്ട് അതിലാണ് ഈ പശുക്കൾ നിൽക്കുന്നത്. ഇതുങ്ങളെ കറക്കുന്നത് കാലത്തും വൈകിട്ടുമാണ്. വലിയ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ അടുത്തേക്ക് കറക്കുന്ന പശുക്കളെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി പിന്നെ മെഷീൻ വെച്ചിട്ടാണ് പാല് കറക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് ഡയറി പ്രോഡക്റ്റുകൾ ഇവിടുന്ന് പുറത്തേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി വിടുന്നുണ്ട്. വലിയ ഫാമാണിത്, ഒരുപാട് പശുക്കളുള്ള വലിയ ഫാമാണ്. ഇതുപോലത്തെ ഒരുപാട് ഷെഡുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ ഈ പശുക്കളെ എങ്ങനെയാണ് ഇത്ര കൂളിംഗ് കിട്ടുന്നതെന്നും എങ്ങനെയാണ് ഇവരെ ഇവിടെ സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വളർത്തുപുല്ലുണ്ട്. ആ പുല്ലൊക്കെ മുറിച്ചു കൊണ്ടുവന്ന് ഈ നടുവിൽ കാണുന്ന ആ റോഡിൽ സൈഡ് ചേർത്തിട്ട് കൊടുക്കും. അതുപോലെ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ ഇടയിലിടയിൽ ടാങ്ക് കെട്ടിയിട്ടുണ്ട്. ഷെഡിൻ്റെ ഉള്ളിൽ ടാങ്കിൽ വെള്ളം നിറച്ചിടും. ഇത് ചാണകം ഉണങ്ങാൻ ഇട്ടിരിക്കുന്നതാണ് വളത്തിന് വേണ്ടി. ഇതൊക്കെ പുറമേട്ട് വിൽപ്പനയ്ക്ക് വിടുന്നതാണ്. ഇനി ഈ ഷെഡിൽ എങ്ങനെയാണ് ഇത്ര കൂളിംഗ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഉച്ച നേരത്താണ് ഞങ്ങൾ പോയത്, അത് കാരണം കറവിയൊന്നും കാണാൻ സാധിച്ചില്ല. ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിൽ ഈ ഷെഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ എ സി റൂമിനേക്കാൾ കൂളിംഗാണ്. അതെങ്ങനെയാണെന്ന് കാട്ടിത്തരാം. ഈ ഫാനുകളുടെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് വാട്ടർ ഓസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ ഫ്രെയിമിൽ വലിയ ഫാനാണ്, വലിയ ഫ്രെയിമാണ് ഫാനിൻ്റെ ചുറ്റും കാണുന്നത്. അതിലേക്ക് വെള്ളത്തിൻ്റെ 1/2 ഇഞ്ച് ഓസ് കണക്ട് ചെയ്തേക്കാണ്. എല്ലാ ഫാനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓസിൽ നിന്ന് വരുന്ന വെള്ളം ഫാൻ കറങ്ങുന്ന സ്പീഡിൽ സ്പ്രെഡ് ചെയ്യുകയാണ്. നമുക്ക് കാണുമ്പോൾ ഒരു പുക പോലെ തോന്നുള്ളൂ, പക്ഷേ എല്ലാ ഫാനിൽ നിന്നും ഇത് വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഷെഡിലെ കൂളിങ്ങിൻ്റെ രഹസ്യം.
ഒരുപാട് ഫാൻ രണ്ട് സൈഡിലും എല്ലാ ഷെഡിലും ഇതുപോലെയാണ്. രണ്ട് സൈഡിലും വലിയ ഫാനും അതിനെ കവർ ചെയ്ത് നല്ല വലിയ കവറിങ്ങുമാണ്. ആ കവറിങ്ങിലാണ് ഈ ഓസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് കാണുന്നതാണ് വെള്ളത്തിൻ്റെ ഓസ്. എല്ലാ ഫാനിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഫാനിൻ്റെ സ്പീഡിനനുസരിച്ച് വെള്ളം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൂളിംഗാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. നല്ല കൂളിംഗാണ്. ഈ പുക പോലെ കാണുന്നത് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഒരുപാട് പശുക്കളുണ്ട്, ഒരുപാട് ഫാമുകളും ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇങ്ങനെ ഈ മരുഭൂമിയിൽ നമ്മുടെ നാട്ടിലെ പോലെ പശു ഫാമുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിയത്. കാരണം നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെയുള്ള പശുക്കൾ. ഈ ചൂടിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും കാണാൻ സാധിക്കുന്നില്ല അവിടെ. അതുപോലെ ഇത് പശു കുട്ടികളെ ഇടുന്ന ഷെഡുകളാണ്. ഇതിലധികം കുട്ടികളില്ല. അവിടെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതും വലിപ്പം അനുസരിച്ച് തിരിച്ചിട്ടിരിക്കുകയാണ്. അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് സിമെൻ്റ് ഇട്ട തറകളല്ല, എല്ലാം മണ്ണ് തന്നെയാണ്. ഫ്ലോറെല്ലാം മണ്ണ് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് പശുക്കുട്ടികളെ ഇടുന്ന ഷെഡാണ്. വലിയ ഷെഡാണ് ഇത്. പക്ഷേ ഇതിൽ കുറച്ച് കുട്ടികളേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക് യു, ബൈ. അപ്പൊ നീ